നമ്മൾ ആദ്യത്തെ 2 മണിക്കൂർ ഗ്യാരണ്ടി പക്ക. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ പടം. അല്ലു അർജുനും ഫാസിലും കൂടെ വരുമ്പോ ആ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ കേസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ള പുഷ്പ 2-ന്റെ തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ പുഷ്പ 1 തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ പുഷ്പ നമ്മളിപ്പോൾ തിയേറ്ററിൽ ഓടി നമ്മുടെ ടി വിക്കകത്തൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അത് കഴിഞ്ഞ ആ സീസൺ കഴിഞ്ഞാൽ പോലും അതിൻ്റെ പാട്ട് ഇപ്പോൾ പാട്ട് തന്നെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പും എവിടെ തുറന്നാലും പുഷ്പ 2 എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫൈനലി ഇതാണ് പുഷ്പ തിയേറ്ററിൽ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ നല്ല അടിപൊളി പോസ്റ്റേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ 2 പോസ്റ്റേഴ്സിന് നടക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാട്ട് തന്നെ അടിപൊളിയാണ്. നമുക്ക് നമ്മുടെ സ്വന്തം ഫസിലുണ്ട്, നമ്മുടെ അല്ലു അർജുനുണ്ട്, പിന്നെ രാഷ്മിക മന്ദാനയുണ്ട്. അപ്പോൾ ഇവർ 3 പേരാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളതെന്നാണ് എനിക്കറിയാൻ പറ്റിയ വിവരം. അപ്പോൾ ഇവരുടെയൊക്കെ റോളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് വരുന്ന ഫാമിലീസിനോടൊക്കെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ കാണുന്ന ചേട്ടന്മാർ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിൽ നിന്ന് വരുന്ന അല്ലു അർജുൻ ഫാൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇവരോട് നമുക്ക് ചോദിക്കാം. ഇവർ സിനിമ കണ്ടിട്ടില്ല, സിനിമ കാണുന്നതിന് മുന്നേ ഉള്ള ആകാംക്ഷയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരോട് നമുക്ക് ചോദിക്കാം പടം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. പടം ഇപ്പോൾ കണ്ടില്ല, പിന്നെ നോക്കണം. നല്ല എക്സൈറ്റഡ് ഉണ്ടോ? പിന്നെ ഇപ്പോൾ 2 മണിക്ക് ഷോ ഉണ്ടോ? നല്ല സിനിമ ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം മിനിവാ തിയേറ്ററിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ തിയേറ്ററിൻ്റെ ഉള്ളിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ഫാമിലീസും കുറേ ഫാൻസും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇറങ്ങി വേണ്ടി നമുക്ക് ചോദിക്കാം പടം എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന ആൾക്കാരുടെ ആക്ടിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം. ചേട്ടാ പടത്തിനെ കുറിച്ച് അടിപൊളി പടം, സൂപ്പർ. ചേട്ടാ പടത്തിനെ കുറിച്ച് 2 വാക്ക് പറയാം. എല്ലാവരും ചേട്ടാ പടത്തില് ഒന്നും പറയല്ല. ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ അല്ലു അർജുനൊക്കെ എങ്ങനെയുണ്ട് പടത്തില്? ചേട്ടാ സൂപ്പർ. അല്ലു അർജുനും എനിക്ക് മലയാളം അറിയത്തില്ല. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ പടം. അല്ലു അർജുനും ഫാസിലും കൂടെ വരുമ്പോ ആ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പറയാലോ ഇതിലേക്ക്. പടം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. മ്യൂസിക്കും പാട്ടും ഒക്കെ വലിയ രസമില്ലായിരുന്നു, എന്നാലും കൊള്ളായിരുന്നു, കണ്ടോണ്ടിരിക്കാൻ പറ്റും. ഫാസിലും അല്ലു അർജുനും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫാസില് വലിയ റോളൊന്നും തോന്നിയില്ല. മൊത്തം അല്ലു അർജുൻ മൊത്തം എടുത്തിരിക്കുന്ന അങ്ങനെ പടം. പുഷ്പ 1 ആണോ ഇഷ്ടപ്പെട്ടത്, പുഷ്പ 2 ആണോ? ഫസ്റ്റ് പാർട്ട്. ചേട്ടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം ഒരു വാച്ചബിൾ ആയിട്ട് തോന്നി. കാര്യം വേറൊന്നുമല്ല, 3.5 മണിക്കൂർ എനിക്ക് ലാഗൊന്നും ഫീൽ ചെയ്യാതെ ഞാൻ കണ്ടു തീർത്തു. അതിൽ നല്ല സീൻസും ഉണ്ട്, മോശം സീൻസും ഉണ്ട്. പക്ഷെ 3.5 മണിക്കൂർ എനിക്ക് മുതലായി. കാരണം എനിക്ക് ബോറൊന്നും അടിക്കാതെ ഞാനിത് കണ്ടങ്ങ് തീർത്തു. എനിക്ക് ലാസ്റ്റ് ഞാൻ തോന്നുന്നു അനിമലാൻ കണ്ടെന്ന് തോന്നുന്നു 3.5 മണിക്കൂർ. അതും എനിക്ക് ബോറടിക്കാതെ 3.5 മണിക്കൂർ അത് കിട്ടുമ്പോൾ തന്നെ ഞാൻ ഹാപ്പിയാണ്. അപ്പോ അല്ലു അർജുന്റെയും ഫാസിലും കൂടെ വരുമ്പോ ഉള്ള ആക്ടിങ് ഒക്കെ എങ്ങനെയാ? അതില് അല്ലു അർജുനാണ് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് തോന്നുന്നത്. ഫഹദിനെ കുറച്ച് ഡൗൺ ആയിട്ടാണ് തോന്നുന്നത്. എന്നാലും എന്താ പറയണ, ഇൻട്രോ ഒക്കെ ആണെങ്കിൽ ഫഹദ് പൊളിയാണ്. പക്ഷെ അങ്ങോട്ടും പിന്നെ 2 പേരുടെ സീൻസ് ഉണ്ട്, 2 പേരുടെ ഈഗോയുടെ ഒരു സീൻസ് ഒക്കെ ഉണ്ട്. നല്ലപോലെ 2 പേരും പേരുണ്ട്. ഇപ്പൊ രാഷ്മിക മന്ദാന അല്ലു അർജുനായിട്ടൊക്കെയുള്ളായിരുന്നു. അങ്ങളെ പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം മോളെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാൻ. പുഷ്പ ഫസ്റ്റ് പ്രതീക്ഷിച്ച ആൾക്കാർക്ക് വന്ന് സുഖമായിട്ട് വന്ന് കാണാം, എൻജോയ്മെൻ്റ് ആണ്, കുഴപ്പമില്ല. പക്ഷേ നേരെ മറിച്ചാണ് അതിനുശേഷം സെക്കൻഡ് ഹാഫ് ഫ്ലോ ആയി. അപ്പോൾ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ? എന്തായാലും എന്താ പടം ഞാൻ പറഞ്ഞില്ലേ, അതേ ഒരു സ്റ്റാറ്റസ് തന്നെ. ഒരു സെക്കൻഡ് ഹാഫ് പോയി, അതുകൊണ്ട് പടം ആകെപ്പാടെ എന്താ പറയുന്നത്, ആ ഒരു എനർജറ്റിക്ക് പിന്നെ എന്താ ഒരു കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ആ ഒരു ഫ്ലോ. അപ്പോൾ അല്ലു അർജുനും ഫാസിലും കൂടെ വരുമ്പോൾ പുതിയൊരു കോമ്പിനേഷൻ, അതെങ്ങനെയായിരുന്നു? ഏറ്റവും പ്രതീക്ഷയോടെ വന്നത്.
എന്ന് പ്രതീക്ഷിക്കണം. പക്ഷേ കുഴപ്പമില്ല, രണ്ടുപേരും അതിനനുസരിച്ച് കീപ്പ് ചെയ്ത് പോയി. പക്ഷേ എന്നാലും പടം കുഴപ്പമില്ല, നമുക്കൊരു ആവറേജ് എന്ന് പറയാം. പക്ഷേ സെക്കൻഡ് ഹാഫ് പോയി. രാഷ്മിക മന്ദാന എങ്ങനെ അടിപൊളിയായിരുന്നു. അത് കത്തി തന്നെ, അവളൊക്കെ കത്തി ആയിരിക്കും. അപ്പൊ പടം മൊത്തത്തിൽ ഒരു ആവറേജ് പടം, കുഴപ്പമില്ല. നമ്മൾ ആദ്യത്തെ 2 മണിക്കൂർ ഗ്യാരണ്ടി പക്ക, ഇന്റർവ്യൂ വരുന്ന കറക്റ്റ് അല്ലു അർജുൻ്റെ എന്താ പറയുക എനർജറ്റിക് ആയിരുന്നു കാണാം. പിന്നെ അതിനുശേഷം പോയി. പുഷ്പ 1 ആണോ ഇഷ്ടപ്പെട്ടത് പുഷ്പ 2 ആണോ? പുഷ്പ 1 തന്നെ. 1 കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് വരെ കാണാം, ഫസ്റ്റ് ഹാഫ് വരെ കാണാം.